ഹലോ ഹലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു സിമ്പിളായിട്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്ന കടലക്കറി ഉണ്ടാക്കിയാലോ. സവാള സെപ്പറേറ്റ് വാട്ടേ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, എല്ലാം കുക്കറിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ദേ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ദേ തക്കാളി, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാതും കൂടി അടിച്ചതാണ് മിക്സിയുടെ ജാറിൽ. അപ്പോൾ നമുക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുവിധം കളറ് മാറിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാതും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ ദേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കടലയാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത കടലയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ വല്ല എരിവ്, ഉപ്പ് ഇതെല്ലാതും ചെക്ക് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് എനിക്കിതൊരു 5-6 വിസിലിന് മേലെ വരണം. ഒരു 7 വിസിലെങ്കിലും വേണം. അതിന് ശേഷം നമ്മൾ കടല നോക്കാം. അപ്പോൾ വിസിൽ വരട്ടെ. അപ്പോൾ അതേ വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയി ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. കടലക്കറി അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ചാറൊക്കെ ഉണ്ട്. ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതേ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. കുക്കറിൽ തന്നെ വേറെ സെപ്പറേറ്റ് സവാളയും തക്കാളിയും വാട്ടേ ഒന്നും ചെയ്യണ്ട. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബൈ ഗൈസ്.